ഉർവശി ശാപം ഉപകാരമായി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതിന് പിന്നിലെ കഥ എന്താണെന്ന് നോക്കാം. വനവാസ കാലത്തിന് മുൻപ് അർജുനൻ ദേവലോകത്തെത്തുകയാണ്. അങ്ങനെ ദേവേന്ദ്രൻ നൃത്തം അഭ്യസിപ്പിക്കുന്നതിനായിട്ട് ഉർവശിയെ ചുമതലപ്പെടുത്തുകയാണ്. ഉർവശി അർജുനന്റെ കഴിവിലും സൗന്ദര്യവും ഒക്കെ കണ്ട് അർജുനനോട് പ്രണയാഭ്യർത്ഥന നടത്തി. വളരെ ബഹുമാനത്തോടെ അർജുനൻ അത് നിരസിച്ചു. ഈ ദേഷ്യത്തിൽ ഉർവശി അർജുനനെ ശപിക്കുകയാണ്, നിന്റെ പൗരുഷം നഷ്ടപ്പെടട്ടെ എന്ന്. സംഭവമൊക്കെ അറിഞ്ഞ് ദേവേന്ദ്രൻ എത്തുകയാണ്. ദേവേന്ദ്രൻ പറയാണ്, ഈ ശാപം നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല, പക്ഷെ ഇതിന്റെ കാലയളവിനെ കുറയ്ക്കാൻ സാധിക്കും. വനവാസ കാലഘട്ടത്തിൽ നീ ഒരു സ്ത്രീയായിട്ട്, ഒരു നർത്തകിയായിട്ട് വേഷം മാറി ജീവിക്കുന്ന സമയത്തായിരിക്കും ഈ ശാപം വലിക്കുന്നത്. അപ്പോ ആ വനവാസ കാലഘട്ടത്തിൽ അർജുനനെ ആരും തിരിച്ചറിയാൻ പാടില്ല. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ വനവാസ കാലം എക്സ്റ്റെൻഡ് ആവും. അങ്ങനെ ആ ശാപം ഉപകാരമായി മാറുകയാണ്. അപ്പൊ ഇവിടെ എന്റെ ഒരു ആഗ്രഹം നടക്കാത്തതിന്റെ പേരിൽ അത് നിരസിക്കപ്പെട്ടതിന്റെ ദേഷ്യത്തിൽ ശപിക്കുമ്പോൾ അതിലൊരു സ്വാർത്ഥതയാണുള്ളത്. അർജുനന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ശാപം അനുഗ്രഹമായി മാറുന്നത്. അപ്പൊ മറ്റാരെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ വാക്കും ചിന്തയും പ്രവൃത്തിയുമാണ് നമ്മുടെ കൺട്രോളിലുള്ളത്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ എന്ത് ഉദ്ദേശത്തോടുകൂടി നമ്മളോട് സംസാരിക്കുന്നതോ പറയുന്നതോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാക്കി എന്ത് കാര്യങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരുന്നതായിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് അനുഗ്രഹമായി മാറും.